ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് BSc മാത്സ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ 4ാമത്തെ ഭാഗത്തേക്ക് ഇന്ന് കടക്കുകയാണ്. നമ്മൾ ഫോറിൻ കോപ്പറേറ്റേഴ്സിനെ കുറിച്ചും ഫോറിൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വില്യം കിങ്ങിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഒരു കറക്ഷനും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്ന് ക്ലാസ് ആരംഭിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. വില്യം കിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണലായ കോഓപ്പറേറ്റർ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇയർ ഓഫ് പബ്ലിഷിംഗ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1830 പറഞ്ഞു. ശരിക്കും അത് 1828 പബ്ലിഷ് ചെയ്യുകയും 1830 വരെ അത് തുടരുകയും ചെയ്തു. അപ്പോൾ 1830 എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലൊരു ചെറിയൊരു കറക്ഷനുണ്ട്. 1828 എന്നുള്ളത് പഠിക്കുക. വില്യം കിങ് കോപ്പറേറ്റർ എന്ന് പറഞ്ഞ മാഗസിന് പബ്ലിഷ് ചെയ്യാൻ ആരംഭിച്ച വർഷം 1828 അത് 1830 വരെ ഈ 2 വർഷക്കാലമാണ് ഈ ഒരു മാഗസിന് അല്ലെങ്കിൽ ഈ ഒരു ജേണൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പീരീഡ് ആണെന്ന് ഓർക്കുക. 1828 മുതൽ 1830 വരെയാണ് ഈ ഒരു കോപ്പറേറ്റർ എന്ന് പറഞ്ഞുള്ള ജേണൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ 1828 എന്ന് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ടത്. കോപ്പറേറ്റർ എന്നുള്ള മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ ആരംഭിച്ച വർഷം 1828 ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇ വി നീൽ എന്നുള്ള കോപ്പറേറ്ററിനെ കുറിച്ച്. ഇംഗ്ലണ്ടിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോപ്പറേറ്ററാണ് ഇ വി നീൽ. ഇംഗ്ലണ്ടിലെ തന്നെ മറ്റൊരു കോപ്പറേറ്ററാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇദ്ദേഹമാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ബ്രിട്ടനിൽ 1864 ആരംഭിച്ചത്. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ 1864 ആരംഭിച്ചത് ഇദ്ദേഹമാണ്. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ 1864 ബ്രിട്ടനിൽ ആരംഭിച്ചത്. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ 1864 ബ്രിട്ടനിൽ ആരംഭിച്ച വ്യക്തിയാണ് ഇ വി നീൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇത് മാത്രം അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഇന്ന് കൂടുതൽ പഠിക്കുവാൻ പോകുന്നത് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെങ്കിലും ആദ്യം ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജർമ്മനി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ജർമ്മനി ഈസ് നോൺ ആസ് ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിൻ്റെ ബർത്ത് പ്ലേസും ജർമ്മനിയാണ്. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് ബാങ്കിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യവും ജർമ്മനിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അത് ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതുപോലെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിൻ്റെ ബർത്ത് പ്ലേസ് ജർമ്മനിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റൂടെ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ക്രാഡിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. ഇനി ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട കോപ്പറേറ്ററിനെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫെഡറിക് വില്യം റൈഫേസൻ, അതായത് FW റൈഫേസൻ.
FW റൈഫൈസൻ. FW റൈഫൈസൻ അദ്ദേഹം ജർമ്മനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റർ ആയിരുന്നു FW റൈഫൈസൻ. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ ആദ്യം ഇദ്ദേഹത്തെക്കുറിച്ച് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജനന വർഷവും മരണവർഷവുമാണ്. അപ്പം ഇദ്ദേഹം ജനിച്ച വർഷം 1818 ജനിച്ചു. അതുപോലെ ഇദ്ദേഹം അന്തരിച്ചത് 1888. 1818 ജനിച്ചു, 1888 അദ്ദേഹം അന്തരിച്ചു. FW റൈഫൈസൻ ജനിച്ച വർഷം 1818, മരിച്ച വർഷം 1888. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഇദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണ്. 1818 ജർമ്മനിയിലെ വെസ്റ്റ് ഫാലിയ എന്നുള്ള പ്രോവിൻസിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ല എങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1818 വെസ്റ്റ് ഫാലിയ എന്നുള്ള പ്രോവിൻസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അത് പ്രധാനപ്പെട്ട പോയിന്റ് അല്ല എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. 1818 വെസ്റ്റ് ഫാലിയ എന്ന പ്രോവിൻസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ ഹി ഈസ് ദ പയനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ പയനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ പയനിയർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് FW റൈഫൈസൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? FW റൈഫൈസൻ ആണ്. അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. അതുപോലെ ഇദ്ദേഹം ഒരു സൈനികനായിരുന്നു, സോൾജിയർ ആയിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഒരു മേയറായി. സോൾജിയർ ബിക്കം മേയർ. അപ്പോൾ ഇദ്ദേഹം ഒരു മേയർ ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഒരു സോൾജിയർ ആയിരുന്നു. അപ്പോൾ ഇത് മേയർ എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അദ്ദേഹം ഒരു മേയർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സോൾജിയർ ആയിരുന്നു. ഹി സ്റ്റാർട്ടഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ഇൻ റൂറൽ ഏരിയ. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകതയാണ് ഇദ്ദേഹം സൊസൈറ്റികൾ ആരംഭിച്ചത് റൂറൽ ഏരിയാസിലാണ്. റൂറൽ ഏരിയാസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് പോയിന്റ്. റൂറൽ ഏരിയാസിൽ ഇദ്ദേഹം അൺലിമിറ്റഡ് സൊസൈറ്റീസ് ഇദ്ദേഹം റൂറൽ ഏരിയാസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ റൂറൽ ഏരിയാസിൽ അൺലിമിറ്റഡ് സൊസൈറ്റീസുകൾ ആരംഭിച്ചുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. റൂറൽ ഏരിയാസിൽ അൺലിമിറ്റഡ് സൊസൈറ്റീസ് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം എക്സാംസിന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതായത് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ശരിക്കും റൈഫൈസൻ മോഡലിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റൈഫൈസൻ മോഡലായിരുന്നു. ആദ്യം റൈഫൈസൻ മോഡലിലാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ഓക്കെ, അപ്പം ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റൈഫൈസൻ മോഡലിലാണ് ആരംഭിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചത് റൈഫൈസൻ മോഡലിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ഹി ഫൗണ്ടഡ് ഹെഡസ്ട്രോഫ് ബെനവലൻറ്റ് സൊസൈറ്റി, അല്ലെങ്കിൽ ഹെഡസ്ട്രോഫ് ക്രെഡിറ്റ് യൂണിയൻ എന്നൊക്കെ പറയാം. ഹെഡസ്ട്രോഫ് ക്രെഡിറ്റ് യൂണിയൻ 1854 ആരംഭിച്ച വ്യക്തി. 1854 ഇദ്ദേഹം ആരംഭിച്ചതാണ് ഹെഡസ്ട്രോഫ് ക്രെഡിറ്റ് യൂണിയൻ.
ഹെഡസ്ട്രോഫ് ക്രെഡിറ്റ് യൂണിയൻ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഹെഡസ്ട്രോഫ് ക്രെഡിറ്റ് യൂണിയൻ ആരംഭിച്ച വ്യക്തിയും ഇദ്ദേഹമാണ്, നമ്മുടെ FW റൈഫേസനാണ്. ഹെഡസ്ട്രോഫ് ക്രെഡിറ്റ് യൂണിയൻ 1854 അത് ആരംഭിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികളുടെ പ്രധാനപ്പെട്ട മോട്ടോയായിരുന്നു ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ഏത് വ്യക്തിയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഏത് വ്യക്തിയുടെ കോപ്പറേറ്റീവ് മോഡലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട മോട്ടോ FW റൈഫേസനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മോട്ടോയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡിവിഡൻഡ് ഇല്ല. നോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിവിഡൻഡ് നൽകാതെ ഈ ഡിവിഡൻഡ് പൂർണ്ണമായിട്ടും റിസർവ് ഫണ്ടിലേക്ക് മാറ്റുകയാണ് ഈ സൊസൈറ്റി ചെയ്തുകൊണ്ടിരുന്നത്. റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ട്രാൻസ്ഫേർഡ് ടു റിസർവ് ഫണ്ട്, റിസർവ് ഫണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകത അൺലിമിറ്റഡ് ആയിരുന്നു ലൈബിലിറ്റി, അതുപോലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഡിവിഡൻഡ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റുകയാണ് ഈ സൊസൈറ്റി ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 1877 ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് വാസ് നോൺ ആസ് റൈഫേസൻ യൂണിയൻ വാസ് ഓൾസോ സെറ്റപ്പ്. ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് ആരംഭിച്ച വർഷമാണ് 1877. 1877 ഇദ്ദേഹം ആരംഭിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് റൈഫൈസൻ യൂണിയൻ എന്നും അറിയപ്പെടുന്നു. റൈഫൈസൻ റൈഫേസൻ യൂണിയൻ എന്നറിയപ്പെടുന്നതാണ് ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് ആരംഭിച്ച 1877. അതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹം ആദ്യമായിട്ട് സൊസൈറ്റി ആരംഭിച്ചത് 1862. ആദ്യമായിട്ട് ഇദ്ദേഹം സൊസൈറ്റി ആരംഭിക്കുന്നത് 1862. അത് ആരംഭിച്ച സ്ഥലം അൻഹാൻസൻ എന്നുള്ള സ്ഥലമാണ്. വില്ലേജ് സൊസൈറ്റി ആയിട്ട് ആരംഭിച്ച ഒരു സൊസൈറ്റിയാണ്. ആദ്യത്തെ സൊസൈറ്റി FW റൈഫേസൻ ആരംഭിച്ചത് അൻഹാൻസൻ. അതും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അൻഹാൻസൻ എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ആദ്യമായിട്ട് സൊസൈറ്റി ആരംഭിച്ചത്. അൻഹാൻസൻ ഫസ്റ്റ് സൊസൈറ്റി. ഇദ്ദേഹം ആദ്യമായിട്ട് സൊസൈറ്റി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? അൻഹാൻസനിൽ ആണ് FW റൈഫേസൻ ആദ്യമായിട്ട് സൊസൈറ്റി ആരംഭിച്ചത്. അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ റൈഫേസൻ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു മോറൽ വെൽബീയിങ് ഓഫ് മെമ്പേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫോക്കസ് പോയിൻ്റ് ആയിരുന്നു മോറൽ വെൽബീയിങ് ഓഫ് മെമ്പേഴ്സ്.
ധാർമ്മികമായിട്ടുള്ള പുരോഗതി, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, മെമ്പേഴ്സിൻ്റെ ധാർമ്മിക മേഖല കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവും കൂടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാണ് കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ FW റൈഫേഴ്സിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു. നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെന്നൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കറക്ഷൻ കണ്ട് വില്ലിംഗിങ് കോപ്പറേറ്റർ എന്നുള്ള മാഗസിൻ പബ്ലിഷ് ചെയ്ത വർഷം 1828 ഓക്കെ, 1828 മുതൽ 1830 വരെയാണ് ഇത് വില്ലിംഗിങ് പബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ ഈവിനീലിനെ കുറിച്ച് കണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ആരംഭിച്ച വ്യക്തി ബ്രിട്ടനിൽ 1864 ആരംഭിച്ച വ്യക്തി ഈവിനിയിലാണ്. അതുപോലെ നമ്മൾ ജർമ്മനിയിലേക്ക് വന്നപ്പോൾ ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് കണ്ടു. അതുപോലെ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നതും ജർമ്മനിയാണെന്ന് കണ്ടു. അതുപോലെ തന്നെ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ജർമ്മനിയാണെന്ന് കണ്ടു. അതുപോലെ തന്നെ FW റൈഫേഴ്സൺ, ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്ററാണ് FW റൈഫേഴ്സൺ. അദ്ദേഹത്തെക്കുറിച്ച് കണ്ടത് 1818 ജനിച്ചു, 1888 ഇദ്ദേഹം അന്തരിച്ചു. അതുപോലെ തന്നെ 1818 വെസ്റ്റ് ഫാലി എന്നുള്ള പ്രൊവിൻസിലാണ് ഇദ്ദേഹം ജനിച്ചത്. പയനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് FW റൈഫേഴ്സൺ ആണ്. അതുപോലെ തന്നെ അപ്പസ്റ്റൽ ഓഫ് കോപ്പറേഷൻ്റെ അപ്പസ്റ്റോളൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ഇദ്ദേഹമാണ്, കോപ്പറേഷൻ്റെ അപ്പസ്റ്റൽ ഓഫ് കോപ്പറേഷൻ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു സോൾജിയർ ആയിരുന്നു, പിന്നെ അദ്ദേഹം ഒരു മേയറായി. അപ്പോൾ മേയർ എന്നുള്ള ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ മേയർ ആയിട്ടുള്ള കോപ്പറേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ FW റൈഫേഴ്സൺ ആണ്. അതുപോലെ റൂറൽ ഏരിയാസിൽ ആണ് അദ്ദേഹം ആദ്യമായിട്ട് സൊസൈറ്റീസ് ആരംഭിച്ചത്. അൺലിമിറ്റഡ് സൊസൈറ്റീസ് ആണ് ഇദ്ദേഹം ആരംഭിച്ചത്, റൂറൽ ഏരിയാസിൽ അൺലിമിറ്റഡ് സൊസൈറ്റീസ്. അതുപോലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഫോളോ ചെയ്ത മോഡലാണ് റൈഫേഴ്സൺ മോഡൽ. അതുപോലെ തന്നെ 1854 ഹെഡസ്റ്റർ ഓഫ് ക്രെഡിറ്റ് യൂണിയൻ ആരംഭിച്ച വ്യക്തി FW റൈഫേഴ്സൺ ആണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികളുടെ പ്രധാനപ്പെട്ട മോട്ടോയായിരുന്നു ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അത് FW റൈഫേഴ്സൻ്റെ മോട്ടോയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഡിവിഡൻഡ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിയിരുന്നു FW റൈഫേഴ്സൺ സൊസൈറ്റീസ്. അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അത് ആരംഭിച്ച 1877 ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത് FW റൈഫേഴ്സൺ 1877 അത് റൈഫേഴ്സൺ യൂണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് 1877. അതുപോലെ തന്നെ 1862 ഇദ്ദേഹം ആദ്യമായിട്ട് സൊസൈറ്റി ആരംഭിച്ചത് അൻഖാൻസൺ എന്നുള്ള സ്ഥലത്താണ്. 1862 ഇദ്ദേഹം ആദ്യമായി സൊസൈറ്റി ആരംഭിച്ചത് അൻഖാൻസൺ എന്നുള്ള സ്ഥലത്താണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെട്ടിരുന്നതും FW റൈഫേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ് ആയിരുന്നു മോറൽ വെൽബീയിങ് ഓഫ് മെമ്പേഴ്സ് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്. അപ്പോൾ FW റൈഫേഴ്സിനെ കുറിച്ച്, അതുപോലെ ജർമ്മനിയെക്കുറിച്ച്, ഈവിനീലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.